ഹരിയേഴ്സ് ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴേ നിറയെ വെള്ളിലന്താളിയെ പിടിച്ച് നിൽക്കണം കേട്ടോ. ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെള്ളിലന്താളിയാണ് പിടിച്ച് നിൽക്കണം കേട്ടോ. ഇല രണ്ട് തരം ഇലയാണ്, പച്ചില ഉണ്ടാവും, വെള്ളയില ഉണ്ടാവും, പിന്നെ ഒരു പൂവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഞാൻ താളി ഉണ്ടാക്കിയതാട്ടോ. തലയ്ക്ക് നല്ലൊരു കണ്ടീഷണറായിട്ടും പിന്നെ അതുപോലെ മുടി വളരാൻ എല്ലാത്തിനും തണുപ്പ് കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ ഈ സാധനം. മുടിക്ക് നല്ല അടിപൊളിയാണ് ഈ താളി. അപ്പോൾ ഇത് കണ്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണം ഞാൻ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഇത് മൊത്തം അവിടെ ഇവിടെയൊക്കെ മുഴുവനും പിടിച്ച് നിൽക്കുന്നത് വെള്ളിലന്താളി കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, അമ്മ കറുത്തത് മോള് വെളുത്തത് മോക്കടെ മോള് സുന്ദരിന്ന്. അതായത് അമ്മ കറുത്തതെന്ന് പറഞ്ഞാൽ ഈ ഇല ഡാർക്ക് കളറായിരിക്കും, അത് അമ്മ. മകൾ എന്ന് പറയുന്നത് ഈ വെള്ളയില കേട്ടോ, അത് വെളുത്തത് സുന്ദരി. അടുത്തത് മോക്കടെ മോളൊരു സുന്ദരി എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂവുണ്ട്, അത് ഡാർക്ക് ഓറഞ്ച് കളറായിട്ടുള്ള ഒരു പൂവാട്ടോ. റെഡും ഓറഞ്ചും കൂടി കൂടുതൽ പൂവാണ് കേട്ടോ. എന്താ ഇന്നേരത്തെയും കാണിച്ചു തരാം കേട്ടോ. സൂക്ഷിച്ചൊക്കെ കാണാം. ഒരു കുഞ്ഞു പൂ, ഈ വെള്ളിലന്താളിയുടെ മുകളിലൊരു പൂവും കൂടി ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം, സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ട ഓറഞ്ച് കളറിൽ പൂവണ്ട, ഇതാണ് കുഞ്ഞിപ്പൂ. അതാണ് ഈ പാട്ട് കേട്ടോ. അമ്മ കറുത്തത് മോള് വെളുത്തത് മോക്കടെ മോളൊരു സുന്ദരി, ഓറഞ്ച് പൂ. അപ്പോൾ ഞാൻ കുറച്ച് നമുക്കിത് പറിച്ചെടുക്കാം. ഇത് താളി ഉണ്ടാക്കാനാണ് കേട്ടോ. ഇഷ്ടംപോലെ നിപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് താളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കണ്ട ഓറഞ്ച് പൂവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ഇലയാക്കി എടുക്കാം. ഇലയും ഈ വെള്ളയിലയും പച്ചിലയും എല്ലാം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇല എടുത്തിട്ട് വേണം നമുക്ക്. അപ്പോൾ ഈ നാട്ടിൽ പോയപ്പോൾ ഞാനിത് പറിച്ചുകൊണ്ട് വന്നാണ്. എന്നിട്ട് പിറ്റേ ദിവസം കേട്ടോ താളി ഉണ്ടാക്കിയത്. അപ്പോൾ കണ്ണി കണ്ടതെല്ലാം പറിച്ചെടുത്തു കേട്ടോ. ഇഷ്ടം പോലെ നിൽക്കുകയാണ്. നമ്മൾ പറിച്ചാൽ ഒന്നും ആവില്ല. ഒരു സൈഡിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ താളി ഉണ്ടാക്കുന്നത് തന്നെ. ഇത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാനിത് ഉണ്ടാക്കിയിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കണേ കേട്ടോ. നല്ല അടിപൊളിയാണെന്ന് കണ്ടു. ഞാൻ ഗൂഗിളിൽ പോയൊക്കെ അടിച്ചൊക്കെ നോക്കിയപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് തലേദിവസം പറിച്ചിട്ട് പിറ്റേ ദിവസമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. കണ്ടോ ഇതുണ്ടോ, കാട്ടിൽ മുഴുവനും ഇത് പിടിച്ച് നിൽക്കുകയാണ്. ചുറ്റും നിറയെ. അതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തത്. വീടിന് ചുറ്റും നിറയെ കണ്ടോ. അപ്പം ഞാനൊരു പിടി ഇങ്ങ് പറിച്ചെടുത്തു. ഇത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കണേ. കണ്ടോ വെള്ളല, അതുപോലെ തന്നെ ഓറഞ്ച് പൂ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇല ഒന്ന് ചുരുങ്ങിയിട്ടാ, തലേദിവസം പറിച്ചുകൊണ്ട് വന്നല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇലയൊക്കെ സെപ്പറേറ്റ് ആക്കണം കേട്ടോ. ഈ കൊമ്പും കോലൊക്കെ മാറ്റിയിട്ട് ഈ ഇലയും വെള്ളലയും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആക്കണം. കുരു ഉണ്ട് കേട്ടോ അതിനകത്ത്, ഒരു കുരുവുമുണ്ട്. അത് ഇടുവോ ഇടായിരിക്കും, അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു പുഴു കടിച്ച ഇലയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, കഴുകിയെടുക്കാമല്ലോ, വിഷമൊന്നും അടിക്കാത്തതല്ലേ. അപ്പോൾ ഞാൻ കണ്ട വെള്ളിലന്താളി അപ്പം എല്ലാം എടുത്തു വെച്ചിട്ട് ഞാനൊന്ന് മറ്റേ മിക്സിയിലെടുത്തിട്ട് കുറച്ച് വെള്ളം ഇട്ട് അടിച്ചെടുക്കണം. അപ്പം അതിന് മുന്നേ ഒന്ന് കഴുകി എടുത്തു കേട്ടോ. ഞാൻ മൊത്തം ഒരു കുരു ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന്